മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അതാണ് ഇപ്പോൾ വരുന്നത്. അത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. കേന്ദ്രം വയനാട് മേപ്പാടി ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ഉമേഷ്, കേരളം കഴിഞ്ഞ എത്രയോ നാളായി ഈ ദുരന്തമുണ്ടായതിന് ശേഷം എത്രയോ നാളായി നിവേദനം നൽകുന്നു, പ്രതിനിധി സംഘം സന്ദർശിക്കുന്നു, ഇക്കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. ഒടുവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഉമേഷ്? ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളല്ലോ അല്ലേ? എന്തായാലും കേന്ദ്രം സംസ്ഥാനത്ത് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത്. ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ടിങ്കു ബിസ്വാളിനെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ആ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ജോയിൻറ്റ് സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്തയാണ് സംസ്ഥാനത്തിന് ഇത് സംബന്ധിച്ച കത്ത് അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. ഇത് കേന്ദ്രം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ അതനുസരിച്ചുള്ള സാമ്പത്തിക സഹായമൊക്കെ ആയിരിക്കും ഇനി കേരളത്തിന് അനുവദിക്കുക. കേരളം കഴിഞ്ഞ കുറേ നാളുകളായി ഏതാണ്ട് ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് അതിതീവ്ര കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന്. അത് സംബന്ധിച്ച തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉമേഷ്, കേൾക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്തയാണ് ഇക്കാര്യം ഔദ്യോഗികമായി കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. കേരളം നൽകിയ നിവേദനം, പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ നിർണായക തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം നമുക്ക് എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ ഈ അയച്ച കത്തിൻ്റെ ഉള്ളടക്കം എന്നത് വിശദമായി പരിശോധിക്കാം.